സരിതയെ സംബന്ധിച്ച് അറിയാത്തവരായി കേരളത്തിൽ ആരും ഉണ്ടാവുകയില്ല. സരിത എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു കാലഘട്ടത്തിൽ ഗവൺമെന്റുകളെ സ്തംഭിപ്പിച്ച, വിറപ്പിച്ച ഒരു പെണ്ണിന്റെ ചിത്രമാണ് ആദ്യം നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ഓടിയെത്തുക. അത്രത്തോളം വിവാദമുണ്ടാക്കിയിരുന്നു സരിത. നേരാം വണ്ണം ഗവൺമെന്റുകൾക്ക് ഭരിക്കാനുള്ള അവസരം പോലും നഷ്ടപ്പെട്ടു പോയിരുന്നു. പല രാഷ്ട്രീയ നേതാക്കന്മാരെ കുറിച്ചും സരിത അപവാദ പ്രചരണങ്ങൾ നടത്തിയിരുന്നു. അവരെയും രാഷ്ട്രീയ നേതാക്കന്മാരെയും വെച്ചുകൊണ്ട് തന്നെ പല പ്രചരണങ്ങളും നാം കേട്ടിട്ടുണ്ട്. ആ സരിതക്ക് വിഷം നൽകി. സരിത അതീവ ഗുരുതരാവസ്ഥയിലാണ്. നമുക്ക് ആ ഭാഗം ഒന്ന് കേട്ടു നോക്കാം. നമസ്കാരം. സരിത എസ് നായരെ നമുക്കൊക്കെ അറിയാം. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി കേരളത്തിൽ ഏറ്റവും അധികം ചർച്ചയാകുന്ന ഒരു പേരാണ് സരിതയുടേത്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് മന്ത്രിമാർക്കെതിരെ രംഗത്ത് വരുന്നു. ആദ്യം അഴിമതിയായിരുന്നു, പിന്നീട് ലൈംഗികാരോപണങ്ങളൊക്കെ ഉണ്ടായ വലിയ ഒച്ചപ്പാടുണ്ടാക്കിയ സംഭവം. അതിൻ്റെ തുടർച്ചയായി സർക്കാർ നിഷ്കാസിതരാവുന്നു. 2016 സരിതയുടെ കൂടി സഹായത്തോടുകൂടി പിണറായി വിജയൻ അധികാരത്തിലെത്തുന്നു. അതിനു മുമ്പും അതിനിടയിലും സരിതയുമായി ബന്ധപ്പെട്ട നിരവധി വിവാദങ്ങൾ, നിരവധി കേസുകൾ അങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. ഈ സമയത്തൊക്കെ സരിതയുടെ വീഡിയോ ദൃശ്യങ്ങൾ നമ്മൾ കാണുമ്പോൾ എപ്പോഴും ഒപ്പം നിൽക്കുന്ന ഒരു മീശക്കാരനെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇയാളുടെ പേര് വിനുകുമാർ എന്നാണ്. സരിതയെ നേരിട്ട് ടെലിഫോണിൽ കിട്ടാത്ത മാധ്യമപ്രവർത്തകർ വിനുവിനെയാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ഞാൻ നിരവധി തവണ വിനുവിനെ വിളിച്ചിട്ടുണ്ട്, പല വിവരങ്ങളും വിശദീകരണം തേടുന്നതിന് വേണ്ടി. എപ്പോഴും സരിതയുടെ നിഴൽ പോലെ വിനുകുമാർ നടക്കുന്നത് കണ്ടിട്ടുണ്ട്. ആരാണ് വിനു എന്ന് ആരും അന്വേഷിച്ചിട്ടില്ല, ഞാനും അന്വേഷിച്ചിട്ടില്ല. സരിതയുടെ കൂടെയുള്ള ഒരാൾ എന്ന് മാത്രമാണ് വിനുവിനെ കുറിച്ച് അറിയാവുന്നത്. അതുകൊണ്ട് തന്നെ സരിതയെപ്പോലെ തന്നെ വിനുവിൻ്റെ മുഖവും കേരളത്തിലെ ജനങ്ങൾക്ക് പരിചിതമാണ്. എന്നാൽ ഇപ്പോൾ സരിത പറയുന്നു തന്നെ ഇഞ്ചിഞ്ചായി കൊല്ലുന്നതിന് വേണ്ടി ആസൂത്രണം ചെയ്തത് കൂടെ നിന്ന വിനുവാണെന്ന്. വിനു പലപ്പോഴായി തനിക്ക് ജ്യൂസിലും മറ്റ് ഭക്ഷണ സാധനങ്ങളിലും മാരകമായ വിഷം ചെറുതായി കലർത്തി നൽകി തന്നെ മരണത്തിലേക്ക് തള്ളിവിടാൻ ചുക്കാൻ പിടിച്ചെന്ന്. കഴിഞ്ഞ കുറേ കാലമായി ഇങ്ങനെ വിഷം ഉള്ളിൽ ചെന്നതിനെ തുടർന്ന് മരണഭയം വേട്ടയാടുകയാണെന്ന്. സരിത അതീവ ഗുരുതരമായ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നുവെന്നാണ് സരിത പറയുന്നത്. കീമോതെറാപ്പി അടക്കമുള്ള ചികിത്സകൾ ചെയ്തെങ്കിലും രക്ഷപ്പെടാൻ കഴിയുന്നില്ല. മരണഭയം സരിതയെ വേട്ടയാടുന്നു. സരിതയുടെ ഒരു കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. സരിതയുടെ കാലിനെ തളർച്ച ബാധിക്കുന്നു. തുടങ്ങിയ കാര്യങ്ങളാണ് സരിത പങ്കുവയ്ക്കുന്നത്. തനിക്ക് വിനു വിഷം നൽകിയെന്നും താൻ മാരകമായ അവസ്ഥയിലാണ് ഇപ്പോഴുള്ളതെന്നും തൻ്റെ ആരോഗ്യനില വഷളായിരിക്കുകയാണെന്നുമൊക്കെ മറുനാടൻ മലയാളിയുമായി പങ്കുവെക്കുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം. പത്രവാർത്ത ആണോ? ഇപ്പൊ എങ്ങനെയാണ്, എന്താണ് ഇപ്പൊ പ്രശ്നം? എന്താണ് ഇപ്പൊ നെർവ്സ് ഡാമേജ് ആയതിന്റെ പിന്നെ കണ്ണിന് ചെറിയ കാഴ്ചശക്തി ഇടത്ത് കണ്ണിന് കുറഞ്ഞു? ശരിക്കും കുറഞ്ഞോ അതോ ശകലം? ശരിക്കും കുറഞ്ഞു. അല്ല, ശകലമല്ല, നന്നായിട്ട് പാച്ച വന്നു. അതെങ്ങനെ? ഇനി ഓപ്പറേഷൻ ഒന്നും പറ്റത്തില്ലേ? ഇല്ല, ഓപ്പറേഷൻ അല്ല, ഇത് അവിടെ നെർവിന് ഇത് ചെയ്തതാണല്ലോ, ഇൻഫ്ലമേഷൻ ആയതാണ് നെർവില്, ഒപ്റ്റിക് നെർവില്. ഓ, അപ്പൊ അവർ ഓപ്പറേഷൻ പറ്റത്തില്ലെന്നാ പറയുന്നത്? ഓപ്പറേഷൻ പറ്റില്ല, ലേസർ ചെയ്യുന്നുണ്ട്, നോക്കാന്ന് പറഞ്ഞു. അല്ല, അതിന്റെ കണ്ണിന് കാഴ്ച പോകാൻ സാധ്യത ഉണ്ടെന്നാണോ പറയുന്നവരെ? നെർവ് ഡാമേജ് ആയി, പെർമനന്റ് ഡാമേജ് ആണെങ്കിൽ അങ്ങനെ ആയി പോകുമല്ലോ. പെർമനന്റ് ആക്കാതിരിക്കാൻ നോക്കുവാണ്. പിന്നെ കാലിന്റെ നടപ്പിന് എന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ്? നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്. നടക്കുമ്പം കാല് പിടിക്കൂല. ഒരു 10 ചുവട് വെക്കുമ്പം കാല് മസ്കുലർ പ്രോബ്ലം ആയി. നെർവിന്റെ കാലിനെ നിയന്ത്രിക്കുന്ന നെർവില് 2 നെർവ് ഡീമൈലേഷൻ ആയി, അതായത് ഉരുകി പോവല്ലോ. മൈലിൻ ഷീറ്റ് ഉരുകി പോയി, അത് ദ്രവിച്ചു ഞരമ്പ്. അല്ല, ഇതൊക്കെ ഇത് സ്വാഭാവികമായിട്ടുണ്ടായ രോഗമല്ല, ഇങ്ങനെയാണെന്നാണോ അവർ പറയുന്നത്? അതെ 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 അത് ആദ്യം ഡിറ്റക്ട് ചെയ്തത് നമ്മുടെ കളിക്കോലയിലുള്ള ഒരു ഡോക്ടറാണ് ഫസ്റ്റ് ഡിറ്റക്ട് ചെയ്തത് ഇങ്ങനൊരു സാധനം ഉണ്ടെന്ന്. കാര്യം ആ സമയത്ത് എന്റെ നെയിൽസിലൊക്കെ ഫംഗസ് ലൈക്ക് ഒരു ഇതും പിന്നെ വോയിസിന് നല്ല ചേഞ്ചും ഒക്കെ ഉണ്ടായിരുന്നു. കഴുത്തിൽ പിടിച്ച പോലത്തെ വോയിസും പിന്നെ ദേഹത്ത് ബ്രൗൺ കളർ പാച്ചസ് വരുന്നുണ്ടായിരുന്നു. ഇപ്പൊ എങ്ങനെയാന്ന് വെച്ചാൽ കുഞ്ഞു കുഞ്ഞു രക്തക്കൊഴലുകൾ പൊട്ടി നിൽക്കുന്ന റെഡ് കളർ കുമിളകളില്ലേ, അത് കയ്യില് ദേഹത്തും ഒക്കെ ഉണ്ട്.
രക്തക്കുഴലുകൾ ബ്രേക്ക് ചെയ്യുന്നു. വാസ്കുലൈറ്റിസ് എന്ന് പറഞ്ഞ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ അങ്ങനെ ആയി. അതായത് എക്സ്റ്റേണൽ ബോഡി ശരീരത്തിൽ കയറുമ്പോ അതിനെ പിന്നെ പ്രതിരോധിക്കാൻ ശ്രമിക്കുമല്ലോ ഇമ്മ്യൂണിറ്റി. അത് തെറ്റായിട്ട് എന്റെ മറ്റുള്ള നെർവ്സിനെയും ബ്ലഡ് വെസൽസിനെയും ബാധിക്കും എന്നുള്ളതാണ്. അല്ല, ഈ മനഃപൂർവ്വം ശരീരത്തിൽ ഇങ്ങനെ വിഷം കലർന്നിയ വന്നതുകൊണ്ടാണെന്ന് പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ടല്ലേ? അങ്ങനെ തന്നെ അത് നേരത്തെ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പം അതിന് ഈ കീമോ ഒക്കെ നമ്മൾ ചെയ്തു നോക്കി. അപ്പോഴും എനിക്ക് എക്സ്പോഷർ ഉണ്ടായിരുന്നു. നമുക്ക് ഈ എക്സ്പോഷർ നിൽക്കുമ്പോ നമ്മൾ എന്ത് ട്രീറ്റ്മെന്റ് ചെയ്താലും മോശം ആവുകയല്ലേ ഉള്ളൂ, ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പൊ ഇവരെ പറഞ്ഞു വിട്ടതിന് ശേഷമാണ് കുറച്ച് പിന്നെ മരുന്നുകൾ അതും ഇതൊക്കെ എനിക്ക് ദേഹത്ത് പിടിച്ചു തുടങ്ങിയത്. ഇവര് ജനുവരി 5 പറഞ്ഞു വിട്ടു. അതിന് ശേഷമാണ് ഇതുണ്ടായത്. ഇവർക്ക് പൈസയോട് ഒരു ചെറിയ ആഗ്രഹം വന്നതിലാണെന്നാണ് തോന്നുന്നത്. എവിടെ നിന്ന് ജനുവരി പറഞ്ഞു വിട്ടു? ഏത് ഹോസ്പിറ്റലായിരുന്നു? ഞാൻ എന്റെ കൂടെ ഉണ്ടായിരുന്ന വിനുവിനെയൊക്കെ പറഞ്ഞു വിട്ടു. ഓ, അവരെ പറഞ്ഞു വിട്ടതിന് ശേഷം പറഞ്ഞു വിട്ടു. അതിനുശേഷമാണ് ഈ വിനു വളരെ നാളുകളായിട്ട് സരിത ഉണ്ടായിരുന്നല്ലേ? എന്നോട് 2014 ഒക്ടോബർ തൊട്ട് വിനു ഉണ്ടായിരുന്നു. എപ്പോഴും വിനുവിന്റെ സരിതയുടെ ചിത്രത്തിന്റെ പുറകിൽ, ഫോട്ടോയുടെ പുറകിൽ വിനു നിൽക്കുന്നതാണ്. അതേപോലെ തന്നെ സാറിന് തന്നെ അറിയാം, എന്ത് കോണ്ടാക്ട് ചെയ്യണമെങ്കിലും വിനുവിന്റെ നമ്പറാണ് ഞാൻ എല്ലാവർക്കും. ഞാൻ തന്നെ എത്രയോ തവണ വിളിച്ചിട്ടുണ്ട് വിനുവിനെ. അതെ, അങ്ങനെ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. ഒന്നും പറയണ്ട. കോവിഡ് ഒക്കെ ആയിരുന്ന സമയത്ത് അവര് വേറെ ഇതിനൊക്കെ പോയല്ലോ, EMCCയുടെ കാര്യത്തിനും ഒക്കെ അവര് പോയിരുന്നല്ലോ, മറ്റേ ബോംബ് ബ്ലാസ്റ്റിനും ഒക്കെ. അതെ, അപ്പൊ അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ചെയ്തപ്പോ എല്ലാം നമ്മൾ അതിന്റെ പേരിലൊക്കെ ചെറിയ അകൽച്ചകൾ ഞങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നു കുറെ കാലമായിട്ട്. പിന്നെ ഒരു വീട് ഒരു 15 പേര് 16 പേര് അടങ്ങുന്ന ഒരു കുടുംബമാണ്. അതില് നല്ലൊരു 6-7 കുട്ടികളും ഉണ്ട്. അപ്പൊ നമ്മൾ പെട്ടെന്ന് എവിടെങ്കിലും പറഞ്ഞു വിട്ടാല് അവർക്ക് ആ കുട്ടികൾക്ക് എന്തെങ്കിലും ഇത് വരുമെന്ന് എന്റെ മനസ്സിനകത്ത് ഉണ്ടായിരുന്നു. അതൊന്നാമത്തെ കാര്യം. അവരുടെ വീട്ടിലെ കൊടുത്തിട്ട് പറയണമെന്ന് സാർ വിചാരിക്കരുത്. പൗഷ്യം തൊട്ട് ഉടുതുണി തൊട്ട് അവർക്ക് വീട്, കാറ്, വണ്ടികള്, 2 വീലേഴ്സ്, ഇതെല്ലാം ഞാൻ 2014 ഇവരെന്തായിരുന്നു എന്ന് അന്വേഷിക്കുന്നവർക്ക് അറിയാം. 2021 22 ഇവരെന്തായിരുന്നുള്ളത്. എങ്ങനെയാണ് വിനുവിനെ കണ്ടെത്തുന്നത്? ഞാൻ ജയിലിൽ നിന്നിറങ്ങി 2014 ഫെബ്രുവരി 21 അപ്പൊ അതിനുശേഷം ഞാൻ കുറച്ചു കാലം ശരണ്യ മനോജിന്റെ, അതായത് ഗണേഷ് കുമാറിന്റെ പിന്നെ റിലേറ്റീവിന്റെ വീട്ടിലായിരുന്നു. ബാലകൃഷ്ണപിള്ള സാറിന്റെ നിർദ്ദേശപ്രകാരമാണ് അങ്ങനെ താമസിച്ചിരുന്നത്. കാര്യം അതെന്താണെന്ന് ഞാൻ ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, സാറിന് ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്തായിരുന്നു എന്നുള്ളത്. അപ്പൊ അങ്ങനെയാണ് താമസിച്ചിരുന്നത്. ഏകദേശം ഓഗസ്റ്റ് ലാസ്റ്റ് സെപ്റ്റംബറോട് കൂടിയിട്ടാണ് ഞാൻ തിരുവനന്തപുരത്തേക്ക് വരുന്നത് അമ്മയുടെയൊക്കെ. അപ്പൊ സമയത്ത് വാടക വീട്ടിൽ താമസിക്കുവാണ്. അപ്പൊ എനിക്ക് കോടതിയുണ്ട്. 2, ഞാൻ കേരളത്തിൽ ജോലി ഇല്ലാത്തതുകൊണ്ട് തമിഴ്നാട്ടിലെ കൺസൾട്ടൻസി വർക്ക് ഏറ്റെടുത്തു. എനിക്ക് കേരളത്തിലെ എന്റെ പേരറിയാമല്ലോ സാറിന്, അത് പറഞ്ഞാൽ ആരും തരത്തില്ല. അതുകൊണ്ട് ഞാൻ തമിഴ്നാട്ടില് വർക്ക് ഏറ്റെടുത്ത് ചെയ്തോണ്ടിരിക്കുന്ന സമയം എനിക്കിപ്പോ ഫ്രീക്വന്റ് യാത്രകളുണ്ട്. ഞാന് ഒരു തിരുവനന്തപുരത്തുള്ള ഒരു ടൂർസ് ആൻഡ് ട്രാവൽസ് കമ്പനിന്നാണ് ഒന്ന് വണ്ടി പിടിച്ചോണ്ടിരുന്നത്. കാര്യം എന്റെ വണ്ടിയൊക്കെ സീസ് ചെയ്തിരുന്നല്ലോ കേസുമായിട്ട് ബന്ധപ്പെട്ട്. അതുകൊണ്ട് ഞാൻ ടാക്സിയാണ് പിടിച്ചോണ്ടിരുന്നത്. അങ്ങനെ KN ട്രാവൽസിൽ നിന്ന് ആദ്യം വന്നോണ്ടിരുന്ന പയ്യന് തുടർച്ചയായി 2-3 ആഴ്ച വന്നോണ്ടിരുന്ന പയ്യന് വിസ ലഭിക്കുന്നു കുവൈറ്റിലേക്ക്. അവൻ വിസ കിട്ടി പോയ സമയത്ത് പിന്നെ വന്ന ഡ്രൈവറാണ് ഈ വിനു. അന്ന് വിനു പറഞ്ഞ വിനുവിന്റെ പത്തറ്റിക് കണ്ടീഷന്, വിനുവിന്റെ വീട്ടിലൊക്കെ നമ്മൾ പോയി കണ്ട് മനസ്സിലാക്കിയപ്പോ വിനുവിന് ഭയങ്കര പത്തറ്റിക് ആയിട്ടുള്ള ഒരു ലെവലിലാണ് അവർ ജീവിച്ചു പോകുന്നത്. ഈ 10-15 പേര് ഒരു കൂട്ടുകുടുംബം പോലെ ഒരുപാട് വീട്ടിൽ താമസിക്കുവാണ്. അവിടെ നിന്ന് അവരെ അങ്ങനെ ഞാൻ കാർ എടുക്കുന്നു. ഞാൻ കാർ എടുത്ത് ഡൗൺ പേയ്മെന്റ് കൊടുത്ത് നമ്മൾ കാർ എടുക്കുന്നു. ആ കാർ എടുത്തതിന് ഡ്രൈവറായിട്ട് വിനു വരാമെന്ന് പറഞ്ഞു. അങ്ങനെ വിനാപ്പോട്ട് ആ ഫാമിലി രക്ഷപ്പെടുമെന്ന് എന്റെ അമ്മ പറഞ്ഞു. ഇത്രയും കഷ്ടപ്പെട്ട് നിൽക്കുകയല്ലേ, അപ്പം നമുക്കൊരു കൂട്ടുവാകാം. എന്റെ ഫാമിലിയിലെ അപ്പോഴത്തെ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ എന്റെ അമ്മയും 2 കുട്ടികളും ഞാനും മാത്രമേ ഉള്ളൂ. കേസായത് കാരണം ഒരൊറ്റ ബന്ധുക്കള് നമുക്കില്ല. സാറിന് ഊഹിക്കാം അങ്ങനെയുള്ളവരുടെയൊക്കെ പരിസ്ഥിതി എന്തായിരിക്കും എന്ന് സാറിന് ഏകദേശം ഊഹിക്കും. ഒന്ന് വെറുതെ പോലും ഒന്ന് നോക്കുകയോ എടുക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ ഇവരുടെ വീട്ടിൽ ഒരുപാട് അംഗങ്ങളുണ്ട്. ഞങ്ങൾ എന്തിനും പോകുന്നു, സഹായിക്കും, ഞങ്ങള് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും, അമ്മയെ ഞങ്ങൾ പൊന്നുപോലൊക്കെ നോക്കും എന്ന് പറഞ്ഞപ്പോഴാണ്
നമ്മൾ വീട് പണിയാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നിന്ന് 600 മീറ്റർ മാറി അവർക്ക് വീട് ഫസ്റ്റ് വെച്ച് കൊടുക്കുന്നത്. അത് ഞാൻ എനിക്ക് NEPC രാജശേഖർ എന്ന് പറയുന്ന സാറിന്റെ കൂടെയാണ് ഞാൻ ജോലി ചെയ്തത് കൺസൾട്ടന്റ് ആയിട്ട്. അപ്പൊ ഇൻവെസ്റ്റ് വെക്കുമ്പോൾ നല്ലൊരു മാർജിൻ നമുക്ക് വരും. ആ മാർജിൻ കിട്ടുന്ന പൈസ കൊടുത്തിട്ടാണ് ആദ്യം സ്ഥലം വാങ്ങിച്ച് പിന്നെ അവർക്ക് വീട് റിനോവേറ്റ് ചെയ്ത് പാല് കാച്ചി കയറിയതിനു ശേഷമാണ് ഞാനൊരു വീട് വെക്കുന്നത്. അപ്പൊ സാർ മനസ്സിലാക്കിക്കോണം ഞാൻ എത്രത്തോളം അവരെ സപ്പോർട്ട് ചെയ്തിരുന്നു. എന്നിട്ടും അവരെന്റെ അമ്മയ്ക്കൊക്കെ അവരുടെ വീട്ടിലെ പെണ്ണുങ്ങളെല്ലാം ഒരുപാട് പെണ്ണുങ്ങളുണ്ട്. അപ്പൊ അവര് എന്റെ വീട്ടിൽ തുണയാകുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിന്നത്. ആദ്യമൊക്കെ അങ്ങനെ തന്നെയായിരുന്നു, ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ നമ്മള് വീട് വെച്ച 2016 ലാസ്റ്റോട് കൂടിയിട്ട് അവര് ഒരു വേറെ നമ്മളെക്കാളും വലിയൊരു ഹൈ എൻഡ് ലെവലിലൊക്കെയാണ് സ്റ്റോക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നത്. അപ്പം അമ്മ പറഞ്ഞു അത് ഓരോരുത്തരുടെ സ്വഭാവമാണ്, നമുക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. നമ്മളത് കണ്ട് ഇഗ്നോർ ചെയ്യുക, അത്രേ ഉള്ളൂ. ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഒറ്റപ്പെട്ട് നിൽക്കുന്നു. അപ്പൊ നമ്മൾ ആരെങ്കിലും മിണ്ടുന്നവരുണ്ടെങ്കിൽ അവരെ നമ്മൾ പിണക്കാൻ പാടില്ല എന്ന് എന്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ ഞാൻ അവരുടെ പല കാര്യങ്ങളും എന്റെ അമ്മയെ പോലും വിശ്വസിക്കാതെ ഞാൻ കൊണ്ടു നടന്നു. ഇവരുടെ വർത്തമാനങ്ങളൊക്കെ അധികാര സംസാരങ്ങളും ആരെങ്കിലും പൊളിറ്റീഷ്യൻസ് സംസാരിച്ച് അവരോട് കയറി സംസാരിക്കുക, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ വന്നപ്പോഴെല്ലാം ഞാൻ മിണ്ടായിരുന്നു. പിന്നെ മിക്കപ്പോഴും കോൺഗ്രസ്സുകാര് കേസിന് പോകണ്ടെന്ന് പറഞ്ഞ് എന്റെ ഫോണിൽ വിളിക്കും. അതൊന്ന് ഊഹിക്കാമല്ലോ, അവര് കേസ് ഒഴിവാക്കാൻ വേണ്ടി അവര് ട്രൈ ചെയ്യുന്നു. അപ്പൊ അങ്ങനെ വിളിക്കും. ആ കോൾസ് ഒക്കെ വിനു ആണ് എന്റെ ഫോണിലേക്ക് വിളിക്കുന്ന പറഞ്ഞ് വിനുവിന്റെ നമ്പർ കൊടുക്കുന്നതൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പൊ എന്നെ സംബന്ധിച്ച് അവരെടുത്ത് സംസാരിക്കണം എന്നുള്ളത് എനിക്ക് നിർബന്ധമുള്ള ഒരു വിഷയമായിരുന്നില്ല. ആ കാര്യം അവർക്കും അവരും വീണ്ടും പ്രശ്നങ്ങളിൽ പോകും. എന്നിട്ടും അവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടിരുന്നു പലരും. അപ്പം ഈ കോഴ്സും അത് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് 2018 മറ്റേ സോളാർ എൻക്വയറി റിപ്പോർട്ട് കൊടുത്ത സമയത്ത് പിന്നെ SIT ഉണ്ടാക്കി ഗവൺമെന്റ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷന്റെ. ഇപ്പൊ 2018 അതിന്റെ പ്രൊസീഡിങ്സ് മുഴുവൻ കഴിഞ്ഞ ഒക്ടോബറിൽ എനിക്ക് 1 മന്ത് ട്രിവാൻഡ്രത്ത് തന്നെ ഉണ്ടാവണം, എങ്ങും പോകരുത്, കോർട്ടിൽ പോലും പോകാൻ പാടില്ല. ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ടീം അതിന് വേണ്ടിയിട്ട് തന്നെ അലോട്ട് ചെയ്തിരിക്കുകയാണ് സ്റ്റേറ്റ്മെന്റ് റെക്കോർഡിങ്ങിനെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ രാവിലെ പോകും, വൈകുന്നേരം ആകും തിരിച്ചു വരുമ്പം. ആ സമയം അതിന്റെ ഇടയ്ക്കൊരു 4-5 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഫസ്റ്റ് എനിക്ക് കോളറ പോലെയുള്ള അസുഖങ്ങൾ വരുന്നത്. അതായത് വയറ് ഡയറിയ, കണ്ടിന്യൂസ് ഡയറിയ, വോമിറ്റ് ചെയ്യണമെന്ന് തോന്നുക, എനിക്ക് തല പെരുത്തിരിക്കുക, സൗണ്ട് വേറെ ആവുക, അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ വന്നപ്പോഴത്തേക്കും അതുപോലെ ദേഹത്തൊക്കെ ബ്രൗൺ കളർ പാച്ചസ്. അപ്പൊ ഞാൻ നാണക്കേട് കൊണ്ട് ആരുടെടുത്തും പറയാതിരുന്നു. ഒന്ന്, രണ്ടാമത് ഡയറിയൊക്കെ ആയതുകൊണ്ട് ഫുഡ് പോയിസൺ ആണെന്ന് വിചാരിച്ചു. പുറത്തുനിന്ന് ജ്യൂസ് ഒക്കെ കഴിക്കുമല്ലോ. അപ്പൊ ഞാൻ ഒരു സ്വകാര്യ ആശുപത്രിയിൽ പോയി എനിക്ക് കാഷ്വാലിറ്റി ചെന്നിട്ട് പറഞ്ഞു എനിക്ക് ഫുഡ് പോയിസൺ ആണെന്ന് പറഞ്ഞ്. അപ്പൊ അവരെന്ത് ചെയ്തു, ഈ വോമിറ്റിങ്ങും പിന്നെ ഡയറിയും ഒക്കെ സ്റ്റോപ്പ് ചെയ്യാനുള്ള മെഡിസിൻ തരികയും അഡ്മിറ്റ് ആക്കി ട്രിപ്പ് ഇടുകയൊക്കെ ചെയ്തപ്പോ ഒരു ദിവസം കൊണ്ട് ഞാൻ ക്ലിയർ ആവുന്നു. ക്ലിയർ ആയതിനു ശേഷം ഇടയ്ക്കിടയ്ക്ക് എന്ത് ഭക്ഷണം കഴിച്ചാലും എന്റെ ദേഹത്ത് വലിയ ഹൈറ്റ്സ് വരും. അതിന്റെ കൂടെ ചൊഴിയുന്ന ഒരു സെൻസേഷൻ, അൽവജിക് സെൻസേഷനും വരും. അപ്പൊ ഞാൻ സെട്രസിൻ എന്ന് പറയുന്ന ടാബ്ലറ്റ് ഞാൻ കളിക്കോലയിലെ ഒരു ഡോക്ടറാണ് ഓഫീസിൽ പോകുന്ന സൗകര്യത്തിന് കണ്ടുകൊണ്ടിരുന്നത്. അപ്പൊ ആ ഡോക്ടർ പറഞ്ഞു പിന്നെ കുറച്ച് മരുന്ന് തരാം, അത് കഴിക്കുമ്പോ കുറയുന്നു പറഞ്ഞു. സത്യം പറഞ്ഞാൽ എനിക്ക് ഭക്ഷണങ്ങളൊന്നും കഴിക്കാൻ വയ്യ, പച്ചവെള്ളം അല്ലാതെ. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് ഞാൻ മാറി കുറെ ദിവസം. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഒരു ദിവസം എന്റെ ഇടത്തേക്കാൽ അനക്കാൻ പറ്റാതെ, കാല് നിലത്ത് കുത്താൻ വയ്യ, കാല് നിലത്ത് അനക്കാൻ വയ്യ. അങ്ങനെ ആദ്യം ഞാൻ വിചാരിച്ചു എനിക്ക് വല്ല വാദത്തിന്റെ, നമ്മുടെ ഏജ് അനുസരിച്ച് വാദത്തിലേക്കൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ടല്ലോ. 39 40 ഒക്കെ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിനുള്ള ഒരു ചാൻസ് ഉള്ളതുകൊണ്ട് ഞാൻ തൈലമൊക്കെ വാങ്ങിച്ച് തിരുമ്മി നോക്കി. എനിക്ക് എന്നിട്ട് നിൽക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നപ്പോ വീണ്ടും ആ ഡോക്ടറെ പോയി കാണുന്നു. ആ ഡോക്ടറെ പോയി കണ്ടപ്പോ ഡോക്ടറിന്റെ ദേഹത്തെ പാർട്സ് ഒക്കെ കണ്ടിട്ട് ഹെവി മെറ്റൽ ടെസ്റ്റ് എഴുതി തന്നു. ഹെവി മെറ്റൽ ടെസ്റ്റ്, ഫുഡ് പാനൽ അലർജി ടെസ്റ്റും രണ്ടും എഴുതി തന്നു. അങ്ങനെ ഫുഡ് പാനലിന്റെയാണ് ആദ്യ റിസൾട്ട് വന്നത്. അതിനകത്ത് എനിക്ക് അലർജി ഉള്ളത്, ക്രാബ് ഒക്കെ ഉള്ളത് ഞാൻ കഴിക്കാറേ ഇല്ല ജീവിതത്തിൽ. ക്രാബും പ്രോൺസും ഒന്നും കഴിക്കാറില്ല. അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി അത് കുഴപ്പമില്ലാന്ന് ഡോക്ടറിന്, ബാക്കി എല്ലാം നോർമലാ. ഞാൻ കഴിക്കുന്ന എല്ലാ ഫുഡ്സും പ്രോട്ടീനും എല്ലാം നോർമലാണ്. അത് കഴിഞ്ഞിട്ട് അടുത്തതിന്റെ ടെസ്റ്റിന് വേണ്ടിട്ട് വെയിറ്റ് ചെയ്തോണ്ടിരുന്നപ്പോ വീണു പറഞ്ഞു ഈ ഡോക്ടർ കള്ളനാണ്, ഞാൻ ഇതൊക്കെ എന്തിനാ ടെസ്റ്റ് ചെയ്യുന്നത് എന്നൊക്കെ വീണു എന്റെ അടുത്ത് സംസാരിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു എന്തായാലും മറ്റേ റിസൾട്ട് കൂടെ വരട്ടെ. ആ റിസൾട്ട് വന്നപ്പം ആർസനിക്കും ഇങ്ങനെ ഹെവി മെറ്റൽസിന്റെ കുറേയേറെ മെറ്റൽസ് എന്റെ ദേഹത്ത് ഹൈ ആയിട്ട് കണ്ടു. അങ്ങനെ വരാൻ പാടില്ല എന്ന് ഡോക്ടർ പറഞ്ഞു.
അത് വരാൻ പാടില്ല. അതുകൊണ്ടാണ് ഈ റെഡ് പാച്ചസും കർപ്പൂര പോലെയൊക്കെ ദേഹത്തൊക്കെ വരുന്നത്. അത് പാടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ആ ഡോക്ടർ ആണ് കുത്തിയതെന്ന് വിനു ആദ്യം എന്നെ തെറ്റിദ്ധരിപ്പിച്ചു. ആ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയതാണ്, ആ ഹോസ്പിറ്റലിലെ ഡോക്ടർ ആയിരിക്കും ഈ വിഷം കുത്തിവെച്ചതെന്ന് വിനുവിന്റെ വീട്ടുകാര് എന്റെ അമ്മയെ ഉൾപ്പെടെയുള്ളവരെല്ലാം അത് പറഞ്ഞു ധരിപ്പിക്കുകയാണ്. അവിടെ പോവരുത്, അവിടെ പോയ എങ്ങനെയാണ് അവിടെ. അപ്പൊ ആ സമയത്ത് അവിടെ ഒരു PR ഉണ്ടായിരുന്നു, ദീപക്. നമ്മള് അപ്പൊ ദീപക് എന്നാണ് അയാളുടെ പേര്. അയാളുടെ വൈഫും അവിടെ ജോലി ചെയ്യുവാണ്. അപ്പൊ ഈ ദീപക്, ഞാൻ എന്റെ അമ്മ ഇടയ്ക്ക് സുഖമില്ലാതെ അവിടെ അഡ്മിറ്റ് ആയിരുന്നപ്പം 2-3 ദിവസം എന്റെ അമ്മയ്ക്ക് കിഡ്നിക്ക് പ്രോബ്ലം ഉണ്ട്. അപ്പം അവിടെ ഇങ്ങനെ അഡ്മിറ്റ് ആയിരുന്നപ്പം ഈ എന്റെ അമ്മയുടെ സിസ്റ്ററും അമ്മയും കൂടെ ഉണ്ടായിരുന്ന ഒരു സമയത്ത് ഈ PRO വന്നിട്ട് ഞങ്ങൾക്ക് അയാൾക്ക് കോൺഗ്രസിലെ അബ്ദുള്ള കുട്ടി, ഹൈബീഡിനെ ഇവരെയൊക്കെ അറിയാം, ഞങ്ങൾ ക്ലോസ് ഫ്രണ്ട്സ് ആണ്, നിങ്ങൾ ഇവിടെ വരുന്നുണ്ട്, സരിത മാഡം ഇവിടെ വരുന്നുണ്ടെന്ന് പറഞ്ഞ് ഞാൻ സംസാരിച്ചു. അപ്പൊ ഏതെങ്കിലും രീതിയിൽ കേസ് ഒഴിവാക്കാൻ പറ്റുമോ, നമുക്കൊന്ന് മീഡിയേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട് എന്റെ അമ്മ എടുത്തു വന്നു. അപ്പൊ അമ്മ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സാർ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ എന്റെ അമ്മ സംസാരിക്കുന്നത്? ഇല്ല. അപ്പൊ എന്റെ അമ്മ പറഞ്ഞു അതൊന്നും എനിക്ക് സംസാരിക്കാൻ അറിയത്തില്ല, അത് അവർക്ക് അവളുടെ വിഷയങ്ങളാണ്, ഞാനുമായിട്ട് അവളെ ഡിസ്കസ് ചെയ്യുന്നത് പോലും വളരെ കുറവാണ്, അപ്പൊ ഞങ്ങൾക്ക് ഈ വിഷയം സംസാരിക്കണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കയറി വന്നപ്പോ എന്റെ നമ്പർ ചോദിച്ചപ്പോ ഞാൻ കൊടുത്തില്ല. പക്ഷെ കുറെ കയറി വന്ന വിനുവുമായിട്ട് അയാൾ സംസാരിക്കും, വിനുവിന്റെ നമ്പർ വാങ്ങിക്കുക അയാൾ ചെയ്തു. അപ്പൊ അങ്ങനെ ചെയ്തത്, അങ്ങനെ അയാളുടെ വായിന്നൊരു ടോക്ക് വന്നതും കൂടെ എനിക്ക് ഭയങ്കര സംശയമായിരുന്നു. അപ്പൊ എന്റെ സംശയം ഞാൻ പലരുമായിട്ടും ഫോണിൽ വിളിച്ച് ഞാൻ പങ്കുവെച്ചു. ഇതുപോലെ ആ ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങനെ കിട്ടി. സാർ ആലോചിക്കണം, അതാ സമയമാണ്, 2019 അപ്പം എങ്ങനെയാണ്, അവരാണോ എന്നൊക്കെ വിചാരിച്ച് ഞാനിങ്ങനെ ഓരോരുത്തർക്കും ചോദിക്കുകയാണ്. കാര്യം മരിക്കാൻ പേടിയുണ്ട്, ഒന്നും ആയിട്ടില്ല കുട്ടികൾ, അങ്ങനെ അല്ലാതെ വേറെ ലെവലിലുള്ള സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. പിള്ളേരെയും അമ്മയൊക്കെ ഓർത്ത് ഒറ്റപ്പെട്ടു പോയി എന്നൊക്കെ ഉള്ളൊരു ചിന്തയുണ്ട്. അപ്പം ഇവിടെ നിന്ന് വേറെ മെച്ചമായി അപ്പൊ ആ ഡോക്ടർ പറയുന്നത് ഇവിടെ ഇനി പെട്ടെന്ന് നർവിനെ ബാധിച്ചിട്ടുണ്ടാവണം ഈ സംഭവം. ചില കാര്യങ്ങൾ അങ്ങനെയാണ്. ഇതിങ്ങനെ ഒരു സംഭവം എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു വസ്തു വന്നപ്പം ശരിക്ക് നർവ്സിനെയും ബ്ലഡ് വെസൽസിനെയാണ് ഇത് ബാധിച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. അതിനൊക്കെ ഡോക്ടേഴ്സ് ഇവിടെ ഇല്ല, അതുകൊണ്ട് വേറൊരു ഹോസ്പിറ്റലിലേക്ക് പോകുന്നതായിരിക്കും നല്ലതെന്ന് ആ ഡോക്ടർ പറയാണ്. അങ്ങനെ ഞാൻ SKയിൽ പോന്നു. SK ഹോസ്പിറ്റലിൽ പോയി ശരിക്കും എനിക്ക് ജീവൻ തന്നത് അവിടെ നിന്നാണെന്ന് വേണമെങ്കിൽ പറയാം. അത്ര വയ്യാതെയാണ് ഞാൻ SKയിൽ പോകുന്നത്. SKയിൽ ചെന്ന് ന്യൂറോളജിസ്റ്റിനെ കണ്ടു, ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു, നെർവ് കണ്ടക്ഷൻ സ്റ്റഡി ചെയ്തു. ആദ്യത്തെ നെർവ് കണ്ടക്ഷനകത്ത് തന്നെ നെർവിന്റെ കപ്പാസിറ്റി കുറഞ്ഞു വരുന്നതായിട്ട് കണ്ടിരുന്നു. അത് കഴിഞ്ഞപ്പം സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻ, ഇതിനൊന്നും നിർത്തണമല്ലോ, ഹൈപ്പർ ആക്റ്റീവ് ആയിട്ട് വന്നിരിക്കുകയാണ് ദേഹത്ത്, ഓട്ടോ ഇമ്മ്യൂൺ ആയിട്ട്. അപ്പൊ ഇതിനൊന്ന് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ അവിടെ അഡ്മിറ്റ് ചെയ്തു. അവര് ലംബാർ പഞ്ചർ ചെയ്തു, നട്ടലിന്റെ കുത്തി പരിശോധിച്ചല്ലോ, CNS ഫ്ലൂയിഡ്, അങ്ങനെയുള്ള ടെസ്റ്റിനകത്തെല്ലാം പ്രോട്ടീനും ഡീമൈലേഷൻ കണ്ടു തുടങ്ങി. അതായത് ഞരമ്പുകൾ ഉരുകി വരിക. അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ വന്നപ്പോഴത്തേക്കും ആക്സോൺ ലോസ് ഉണ്ടെന്ന് കണ്ടപ്പോഴത്തേക്കും ഡോക്ടേഴ്സ് ഇമ്മ്യൂണോ സപ്രസീവ് ആയിട്ടുള്ള മെഡിസിനിൽ പോയി. MMF പോലെയുള്ള മെഡിസിൻ തന്നു. അങ്ങനെ മെഡിസിൻസ് കഴിച്ചുകൊണ്ടിരുന്നിട്ടും കൈക്ക് നിൽക്കാതെ വന്നപ്പോൾ അവരെന്നെ റെഫർ ചെയ്തു സ്ത്രീത്രയ്ക്ക്. കാര്യം SKയില് റിസർച്ച് ഓറിയന്റഡ് ആയിട്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. കാര്യം എന്ന് പറഞ്ഞാൽ അതും ഒരു ഹൈ ലെവൽ ഹോസ്പിറ്റൽ ആണെങ്കിലും അതിനുള്ള പ്രൊവിഷൻ ഇല്ലാത്തതുകൊണ്ട് എന്നെ C3യിലേക്ക് റെഫർ ചെയ്തു. അങ്ങനെ വലിയൊരു C3 പോകണമെന്നായിരുന്നു. അങ്ങനെ ഞാൻ നിയറസ്റ്റ് ആയതുകൊണ്ട് C3 ഓപ്റ്റ് ചെയ്തത്. അങ്ങനെ C3യിൽ ചെന്നു. അവിടുത്തെ ഇതിൽ വന്നപ്പോഴത്തേക്കും എനിക്ക് ശരിക്കും പറഞ്ഞാൽ നടക്കാൻ വയ്യാത്തത്ര ഞാൻ നീര് വെച്ചു. ദേഹം വയറും ഒക്കെ, ഞാൻ ഫോട്ടോസ് ഇട്ട് തരാം, ദേഹമൊക്കെ നീര് വെച്ചു. അപ്പൊ കോവിഡ് നടക്കുവാണ് കേരളത്തില്. ദേഹമൊക്കെ നീര് വെച്ച് എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ വയ്യാത്തൊരു സിറ്റുവേഷനിലാണ് ഞാൻ C3 പോകുന്നത്. അവിടെ വേറെ കുറെ ഇമ്മ്യൂണോ സപ്രഷൻ 2-3 മാസം നോക്കി. പക്ഷെ എനിക്ക് കണ്ണുപോലും തുറക്കാൻ വയ്യാത്തത്ര അവസ്ഥയിലേക്ക് ഞാൻ മാറി. എഴുന്നേക്കാൻ വയ്യ, നടക്കാൻ വയ്യ, കട്ടിൽ നിന്ന് കാല് താഴേക്ക് വെക്കാൻ വയ്യ, ചലനശേഷി ഇല്ല എന്ന് വേണമെങ്കിൽ പച്ചയ്ക്ക് പറയാം. അങ്ങനെ ഒരു സിറ്റുവേഷനിലോട്ട് വന്നപ്പോഴത്തേക്കും അത് കൈക്കും വ്യാപിച്ചു തുടങ്ങി, ഇടത്തെ കൈക്കും വ്യാപിച്ചു തുടങ്ങി. അങ്ങനെ അപ്പോഴത്തേക്കും C3യിൽ എന്നെ അഡ്മിറ്റ് ചെയ്തു. അവിടെ ഒരു 4-5 ദിവസത്തെ ട്രീറ്റ്മെന്റിന് ശേഷം കീമോ സ്റ്റാർട്ട് ചെയ്തു. സാറിന് ഓർമ്മയുണ്ടോ, മുട്ടയടിച്ച ഫോട്ടോ? കീമോ സ്റ്റാർട്ട് ചെയ്തു. അപ്പോഴൊക്കെ എന്റെ മുടി ഇങ്ങനെ പാച്ചസ് ആയിട്ട് അല്ലാതെ തന്നെ വരുന്നുണ്ട്. നമ്മൾ പീപ്പ് തൊട്ടാല് മുടി പാച്ച് ആയിട്ട് ഇങ്ങനെ ഇറങ്ങി വരുന്നോണ്ടിരുന്ന ഒരു സംഭവമാണ് ആ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോ. അപ്പൊ ഞാൻ 2ാമത്തെ കീമോ ചെയ്തപ്പോഴത്തേക്കും ആ കീമോയുടെയും കൂടെ എഫക്റ്റില് മുടി മുഴുവൻ പോയി. മുടി പോയി. ഞാന് വീട്ടിൽ തന്നെ ഒതുങ്ങി. കോവിഡ് ആയതുകൊണ്ട് എനിക്ക് കുറച്ച് ഇതുണ്ടായിരുന്നു. കാര്യം
പുറത്ത് പോകണ്ടല്ലോ, വീട്ടിൽ തന്നെ ഇരുന്നാല് കുഴപ്പമില്ല, എക്സ്പോഷർ കുറവാണ്, പബ്ലിക് എക്സ്പോഷർ കുറവാണ്. പബ്ലിക്കിനെ കാണുന്ന സ്ഥലത്തെല്ലാം ഞാനൊരു കീമോ വിഗ് വെച്ചു. ശരിക്കും 2021 ജയിലിൽ പോയപ്പോ ഞാൻ കീമോ വിഗ് വെച്ചിട്ടാണ് കോർട്ടിൽ പോയത്. കീമോ വിഗ് വെച്ചാണ് പോകുന്നത്. മുടി പോയി, കീമോ ചെയ്തോണ്ടിരുന്നു. കീമോ ഒരുപാട് ചെയ്ത് കഴിഞ്ഞിട്ട് കീമോ എപ്പൊ നിർത്തി നോക്കുന്നു അപ്പൊ വീണ്ടും ഇത് ഫ്ലെയർ അപ്പ് ആവണം. അപ്പൊ ആ കീമോ കൊണ്ട് പ്രയോജനമില്ലാന്ന് ഡോക്ടർമാര് പറഞ്ഞു. അങ്ങനെ റിട്ടൂക്സിമാബ് എന്ന് പറയുന്ന ഇമ്മ്യൂണോ സപ്രഷൻ ഒരു ഇഞ്ചക്ഷൻ ആണത്. ഇഞ്ചക്ഷൻ മീൻസ് കീമോ ലൈക്ക് ഒരു ഇഞ്ചക്ഷൻ ആണ് തരുന്നത്. അത് ഒരു പ്രൊസീജിയർ ആണ്. രാവിലെ പോയി അഡ്മിറ്റ് ആയ ആ മെഡിസിൻ ഈവനിങ്ങേ തീരുള്ളൂ. ഇൻഫ്യൂഷൻ ആണ്. അപ്പം അതാണ് അതും ഒരു കൂട്ടം ന്യൂറോ മെഡിസിൻസും പിന്നെ അതിന്റെ കൂട്ടത്തില് ഇങ്ങനെയുള്ള മെഡിസിൻസ് എല്ലാം കഴിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ഹൈ ഡയബറ്റിക് ഉണ്ടല്ലോ, 300-400 ഫിഗറിലൊക്കെയാണ് ഞാനിപ്പോ റണ്ണിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടയ്ക്ക് സെപ്റ്റംബറില് എനിക്ക് കഴിഞ്ഞ സെപ്റ്റംബർ 2020 സെപ്റ്റംബറിൽ എനിക്ക് സീഷർ വന്നു, ഫിക്സ് വന്നു. ആ ത്തേക്കും എനിക്ക് സീഷർ വന്നു. അതും കൂടെ എനിക്ക് വന്നിട്ടുണ്ട്. ഇപ്പൊ എന്തായാലും സജീവമായ ചികിത്സ തന്നെയാണ് അല്ലേ? സജീവ ചികിത്സയില്ല. എനിക്ക് നടക്കാനുള്ള ഇതൊക്കെ ഒത്തിരി കുറവാണ്. എനിക്ക് പബ്ലിക്കിന്റെ അടുത്ത് പോകാനും പറ്റുന്നില്ല. കാര്യം പബ്ലിക്കിന്റെ അടുത്ത് പോകുമ്പം ഈ ഇമ്മ്യൂണിറ്റി വന്നിട്ട് 0 ആണ് സാർ. ഇപ്പം ഇമ്മ്യൂണിറ്റി ഇല്ല. മറുനാടൻ മലയാളിയും സരിത എസ് നായരും തമ്മിലുള്ള സംസാരമാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടിട്ടുള്ളത്. 3 വർഷം മുമ്പാണ് മറുനാടൻ മലയാളി ഇവർ തമ്മിലുള്ള ശബ്ദരേഖ പുറത്തുവിട്ടത്. 3 വർഷം പിന്നിട്ടപ്പോൾ സരിത എസ് നായർക്ക് എന്തു സംഭവിച്ചു? സരിത എസ് നായരുടെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെ? അവർ ഭയപ്പെട്ടതുപോലെ വല്ലതും സംഭവിച്ചോ? ഇപ്പോൾ അവർ പൂർണ്ണ ആരോഗ്യവതിയാണോ? ഈ സംഭാഷണത്തിൽ പറയുന്ന മുഴുവൻ കാര്യങ്ങളും ഇവർ തമ്മിൽ ഒത്തുകളിച്ചുകൊണ്ട് കെട്ടിച്ചമച്ചതാണോ? അങ്ങനെയെങ്കിൽ എന്തിനായിരുന്നു? അല്ല, യാഥാർത്ഥ്യമാണെങ്കിൽ സരിത എസ് നായർ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ? അവരുടെ കണ്ണിന്റെ കാഴ്ച പൂർണ്ണമായി നഷ്ടപ്പെട്ടുവോ? ആരോഗ്യം പൂർണ്ണമായി നഷ്ടപ്പെട്ടുവോ? ഇതൊക്കെ അറിയേണ്ടതുണ്ട്. മറുനാടൻ ഇനിയും പുറത്ത് പറയേണ്ടതുണ്ട്. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം.